ഹായ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മളൊരു അടിപൊളി ചിക്കൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അധികം വലിച്ചു നീട്ടാതെ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു ചിക്കൻ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ 1 കിലോനേക്കാളും കുറച്ച് കൂടുതലുണ്ട്. ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുത്തിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. ഇത് ഒരു 3 ടീസ്പൂണോളം നമ്മൾ ചേർക്കുന്നുണ്ട്. മുഴുവൻ നല്ല നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ വലിയ ജീരകം പൊടിച്ചത് 3/4 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകം പൊടിച്ചതാണ്. അതൊരു 1/2 ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 3 ടീസ്പൂണോളം ക്രഷ്ഡ് ചില്ലിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാനിത് 1 ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരല്പം വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഇത് മിക്സ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഞാനിത് കൈ വെച്ച് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ കൈവച്ച് നല്ല പോലെ തന്നെ കുഴച്ച് നന്നായിട്ട് തന്നെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കിത് ഇപ്പം തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാനിതാ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ചേർക്കണമായിരുന്നു, ഞാൻ മറന്നുപോയതാട്ടോ. അത് കുഴപ്പമില്ല, നമുക്കിപ്പോൾ ചേർത്താലും പ്രശ്നമൊന്നുമില്ല. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കാര്യം പറയാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്ന അതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ചിക്കനെല്ലാം ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്നും നോക്കാനില്ല, ഇത് നേരെ സ്റ്റൗ ടോപ്പിലേക്ക് കൊണ്ടുപോയി വെക്കുക, നല്ല പോലെ വേവിച്ചെടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. ഞാനിതാ ചിക്കൻ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ 1-2 പ്രാവശ്യം നമ്മൾ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ചിക്കൻ കുക്കായി വരുന്നത് വരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ചിക്കൻ അടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളുടെ എന്താ പറയുക, ഇന്ന് നമ്മൾ ഇതിൻ്റെ കൂടെ രസമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മൾ നോർമൽ വൈറ്റ് റൈസും രസവും പിന്നെ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ ലഞ്ചിന്. അപ്പോൾ അതേ കണ്ടില്ലേ, നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയും ഇതിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞ് ചമ്മന്തി ആയി കിട്ടും. അതുകൊണ്ട് ഞാൻ തൽക്കാലം സ്റ്റൗ ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് നല്ല പോലെ ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം കേട്ടോ. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അധികം സമയമൊന്നും ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തതാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ പുറം ഭാഗം നല്ല പോലെ ക്രിസ്പി ആയിട്ടുണ്ടാവും, എന്നാൽ അകം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന ഈ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ബീഫിലൊക്കെ ചെയ്യാറുണ്ട്, എന്നാൽ അത് ചിക്കനിലൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല കിടിലൻ രുചിയാണ്, വെറുതെ പറയല്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ്. മസാല കൂട്ടെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ ഇതൊന്ന് വറുത്ത് കോരിയെടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം കേട്ടോ. കുറച്ചധികം വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഷാലോ ഫ്രൈ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. എന്താണെങ്കിലും നല്ല കിടിലൻ രുചിയാണ്. എന്തായാലും നമ്മളിതാ ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ചിക്കനും കൂടെ ഇതേപോലെ തന്നെ നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.
അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടില്ലേ നല്ല സോഫ്റ്റാണ് കേട്ടോ ഉൾഭാഗം. പുറം ഭാഗം നല്ല ക്രിസ്പി മൊരിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്തായാലും കിടിലൻ രുചിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.